ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന ഒരു ട്രോളായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏറെക്കുറെ. എന്നാലും ഞാനൊന്ന് വ്യക്തമായിട്ട് പറയാം. ചെറിയ വട വലിയ വട. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് സംഭവം. ഇത് നമ്മളെ രേണു സുധിയുടെ ചെറിയ വടയുടെ കാര്യമാണ് നമ്മളിവിടെ പറയാൻ പോണത്. ഇങ്ങനെ നാണമുണ്ടോ ഈ പബ്ലിക്കായിട്ട് എൻ്റെ ശരീരത്തിനൊത്ത വടയാണ് എനിക്കിന്ന്. ഞാൻ വടന് അതോ ക്യാമറയും നോക്കി ഇവിടുന്ന് ആൾക്കാരൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിന് വട കഴിച്ചിട്ടുണ്ടോ? ഞാൻ വട കഴിച്ചിട്ടില്ല. അയ്യോ എൻ്റെ വട നോക്കട്ടെ കാണുന്നുണ്ടോയെന്ന്. ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ ചെയ്യുന്നത്? അതോ ഈ ചോദിക്കുന്നവർ മണ്ടന്മാർ, അവരിത് മനഃപൂർവ്വം ചോദിക്കുന്ന ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ വെയ്യുമെന്ന് അറിയാം. സംഭവം 2 മക്കളെ വളർത്താൻ വേണ്ടി ഇറങ്ങി, ഓക്കെ. അതിരി പൊട്ടത്തരൊക്കെ വിളിച്ച് നടക്കേണ്ട കാര്യം എന്തിന്? ഇത് പബ്ലിക്കായിട്ടാണോ നമ്മളുടെ ശരീരത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്? ഇതിൻ്റെ മുന്നേ വേറെ ഒരു ടീം ചോദിക്കുന്നത് അരവണ്ണം എത്ര സൈസ് ഉണ്ടെന്ന്, അതിൻ്റെ സൈസ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെയെന്ന് വട കഴിച്ചിട്ടുണ്ടോന്നില്ല. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ. വട കഴിച്ചിട്ടുണ്ടോ? വട കഴിച്ചിട്ടില്ല. വട കാണുന്നുണ്ടോ നോക്കട്ടെ. വട കഴിച്ചിട്ടില്ല, വട കാണുന്നുണ്ടോ നോക്കട്ടെ. ഇന്നത്തേക്കുള്ള എന്നെ കൊണ്ടേ പറ്റൂ. ഞാൻ വട കഴിച്ചിട്ടില്ല, എൻ്റെ വട കാണുന്നുണ്ടോ, അയ്യോ എന്നൊക്കെ ചിരിച്ചാണ് അവൻ്റെ മേലേക്ക് ഇങ്ങോട്ട് ചായച്ച. എന്തിൻ്റേതാണ് ഒക്കെ? എന്ത് ചെയ്യാനാ? അതോ ഈ പിന്നെ ഭർത്താവ് മരിച്ചു, ഓക്കെ, ഇങ്ങനെയൊക്കെ ഇറങ്ങി മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് പലരും പല രീതിയിലും ജീവിക്കുന്നവരുണ്ട്. കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ മക്കളെ വളർത്തുന്നവരുണ്ട്. യാതൊരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പബ്ലിക്കായിട്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയുന്നവരാരുമില്ല. ഇതേ ഉള്ളൂ ഇങ്ങനെ ഒരു ഇത്. അതിനായിട്ട് ക്യാമറയും തൂക്കി സോഷ്യൽ മീഡിയക്കാർ അവളെ അതിൻ്റെ പുറകെ ഇങ്ങനെ പോയിട്ട് ഓരോ ചോദ്യം ചോദിക്കുക, അതിനിങ്ങനെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അങ്ങനത്തെ ചോദ്യം കേൾക്കാൻ കാത്തിരിക്കുകയും തിരിച്ച് മറുപടി പറയാൻ അവരും കാത്തിരിക്കുന്നു. അതിനുള്ള മറുപടി ചോദിക്കുന്നതിൻ്റെ ചോദ്യം വേറെ ഒരു വീഡിയോ കൂടി ഉണ്ട്, അതുകൂടി ഒന്ന് കണ്ടുനോക്കിക്കും. എൻ്റെ വട കാണാതിരിക്കാൻ ഞാൻ പൊത്തിരിക്കട്ടെ എന്നൊരു സാധനം. അപ്പം അതിനിടയിൽ പല രീതിയിലും പലരും പല കമൻറ്റുമായിട്ട് വന്നിട്ടുണ്ട്. അത് കണ്ടായിരുന്നോ? കമന്റ് കണ്ടില്ല, അതെടുത്തിട്ട് എന്നെ റോസ്റ്റ് ചെയ്യുന്ന കണ്ടു. അതിനകത്ത് പറയുന്ന സംഭവമാണ്, നിന്റെ വട അതിന് മാത്രം വലിയ വടയാണോ, ചെറുതാണ് എന്നുള്ള രീതിയിൽ. ചെറുതാണ്, നല്ലതല്ല, ചെറുത്. എടോ, ഞാൻ ആകെ ഇച്ചിരി ഉള്ള ഒരാളാണ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സാധനം ചെറുതാണ്, അത്രേ ഉള്ളൂ. അതിനെന്ത് ഞാൻ എന്ത് പറയാനായിരുന്നു? സബ്സ്ക്രൈബർ ഇറക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബർ ചെയ്യുന്ന അതിലൂടെ എന്തൊക്കെ ഇനി കാണിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നൊന്നും നമുക്കറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ സുധിച്ചേട്ടൻ്റെ ഫോട്ടോവും മാറ്റി, ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോയും മാറ്റി. ഇൻസ്റ്റാഗ്രാമിലെ സുധിച്ചേട്ടൻ്റെ ഫോട്ടോ ആയിരുന്നു, ഇപ്പം അത് മാറ്റി ഇപ്പോൾ രേണു സുധിയുടെ ഫോട്ടോ ആക്കി. ഇനി എന്നാണോ ആ രേണു സുധി ഉള്ളിടത്ത് സുധിച്ചേട്ടൻ്റെ പേര് മാറ്റുന്നത്? അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. നമ്മളെ രേണു സുധിയുടെ വട. അപ്പോൾ ഇനി ഇതിൻ്റെ പേരിൽ എന്നെ ആരും പൊങ്കാലിടാൻ വരണ്ട, കേട്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കും. അപ്പോൾ അടുത്ത ഇത് കിട്ടുമ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.